GST പരിഷ്കരണത്തിൽ മറ്റു മേഖലകളിലെല്ലാം വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ കേരളത്തിലെ ലോട്ടറി വ്യാപാരികൾ വലിയ രീതിയിൽ ഇപ്പോൾ ദുരിതത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ലോട്ടറിക്ക് നിലവിൽ 28% GST, ഇപ്പോൾ അത് ഒറ്റയടിക്ക് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് 12% കൂട്ടി ഇപ്പോൾ 40% GST ആണ് ഇപ്പോൾ ലോട്ടറിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ കേരളത്തിലെ ലോട്ടറി വ്യാപാരികൾ മുഴുവൻ ഇപ്പോൾ വലിയ രീതിയിൽ ദുരിതത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഒന്നല്ലെങ്കിൽ ലോട്ടറിയുടെ വില കൂടും, അതല്ലെങ്കിൽ പിന്നീട് ഇവരുടെ കമ്മീഷനും സമ്മാനങ്ങളെയാണ് ബാധിക്കുക. ഏതായാലും നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ലോട്ടറിയുടെ വില കൂട്ടാതെ തന്നെ ഈ GST പരിഷ്കരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ബാധിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് ഏജൻസികളെയാണ്. ഏജൻസികളുടെ കമ്മീഷൻ വലിയ രീതിയിൽ ബാധിക്കപ്പെടും. നിലവിൽ 12% ഏജൻസി കമ്മീഷൻ അത് കുത്തനെ കുറയും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലോട്ടറി വ്യാപാരികൾ പറയുന്നത്. ഏതായാലും ലോട്ടറി വിൽപ്പനക്കാരുടെ തൊഴിലാളികളുടെ സംഘടന ഭാരവാഹി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്റഫ് ഖാ, വലിയ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ദുരിതത്തിലേക്ക് മാറ്റുന്ന രീതിയിലാണ് GST പരിഷ്കരണം വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ 24-ാം തീയതി മുതൽ ഈ GST നടപ്പിലാക്കുമ്പോൾ മുൻകാലത്ത് GST നടപ്പിൽ വരുന്ന സമയത്ത് 12% ഉള്ളത് ഇടക്കാലത്ത് 28%. ഇപ്പോൾ അത് 40% അതുകൊണ്ട് ഈ മേഖല നശിക്കാൻ പോവുകയാണ്. തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുന്നു. നിങ്ങൾ സർക്കാർ പറയുന്നത് ഏജൻസി കമ്മീഷനും കുറയ്ക്കും, സമ്മാനങ്ങൾ കുറയ്ക്കുന്നു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സാധാരണ ചില്ലറ വിൽപ്പനക്കാരനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അവനക്ക് നിത്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന 500, 600 അംഗവൈകല്യമുള്ളവരും അംഗപരിമിതരും വികലാംഗരും വാർദ്ധക്യമുള്ളവരും തൊഴിൽ മാർഗം കണ്ടെത്തിയ ഒരു മേഖല നശിക്കാൻ പോവുകയാണ്. നിലവിൽ നിങ്ങൾക്ക് 1000 രൂപേൻ്റെ ഒരു സമ്മാനം അടിച്ചാൽ, ഒരു ലോട്ടറിക്ക് ഒരു സമ്മാനം അടിച്ചാൽ എത്ര രൂപയായിരുന്നു കമ്മീഷൻ? 1000 രൂപേൻ്റെ ഒരു ടിക്കറ്റിന് സമ്മാനം അടിച്ചാൽ 120 അത് 90 ആവാൻ പോവുകയാണ്. 30 രൂപ കുറയും. 30 രൂപ അതിൽ കുറയും. പിന്നെ അതുമാതിരി 30%, 40% വർധനവ് വരുമ്പോൾ ഈ മേഖലയിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ അവതാളത്തിലാവും. ഈ വിൽപ്പന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുകയിലും കുറവുണ്ട്. അതിലും ഒരു 3 ചില്ലാ റുപ്യ അതിലും കമ്മീഷൻ കമ്മി വരണം. ഇത് കേന്ദ്ര ടിക്കറ്റ് 50 രൂപേൻ്റെ ഒരു ടിക്കറ്റ് വിറ്റ് എത്ര രൂപയായിരുന്നു കിട്ടിയിരുന്നത്? നിലവിൽ 7 രൂപേൻ്റെ അടുത്ത് കമ്മീഷൻ കിട്ടിയിരുന്നത് അതിപ്പോൾ 4 ചില്ലറി ആവാൻ പോവുകയാണ്. അതുമാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപം ഗുഡ്ക പൻപരാഗിനൊക്കെ വർദ്ധിപ്പിക്കുന്ന മാതിരി ഈ മേഖലയിലെ പാവപ്പെട്ട തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും ജീവിക്കാൻ മാർഗം കണ്ടെത്തിയ ഒരുപാട് ആളുകളുടെ മേഖല നശിക്കാൻ പോവുകയാണ്. ഇവിടെ നിരവധി ലോട്ടറി വിൽപ്പനക്കാരുണ്ട്. അദ്ദേഹമൊക്കെ എന്ത് പറ്റിയതാ? രവീന്ദ്രൻ പേര് രവീന്ദ്രനല്ലേ? സ്റ്റിക്കർ കുത്തി നടക്കണല്ലേ? അദ്ദേഹത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുമല്ലേ ഈ GST കമ്മീഷൻ കുറവായിട്ട് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് ആവശ്യം. ഈ ലോട്ടറി വ്യാപാരികളുടെ എല്ലാം ഒരുപോലെ അവർ ആവശ്യപ്പെടുന്നത് ഈ നിലവിൽ തീരുമാനിച്ചിട്ടുള്ള ഈ ഒരു GST പരിഷ്കരണം മാറ്റണമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്ത് തന്നെ ആയാലും GSTയിൽ നിന്ന് ഈ മേഖല ഒഴിവാക്കണമെന്നാണ് ലോട്ടറി തൊഴിലാളി എന്നുള്ള ആൾക്ക് പറയാനുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ 40% വർധനവ് വരുമ്പോൾ 12% സംസ്ഥാന ഗവൺമെൻറ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വർധനവ് അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമ്മാനഘടനയിൽ കുറയ്ക്കാതെ തൊഴിലാളിൻ്റെ ആനുകൂല്യം വെട്ടിച്ചുരുക്കാതെ സംസ്ഥാനത്തുള്ള ഈ 2.5 ലക്ഷത്തോളം തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങളിൽ സംരക്ഷിക്കാൻ തയ്യാറാവണം. സംസ്ഥാന ഗവൺമെൻറ്റും ഇടപെടണം. കേന്ദ്ര ഗവൺമെൻറ് ഈ GST സമ്പ്രദായം എടുത്തു കളയണം. ഇതാണ് ഈ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളുടെ സംഘടന ഭാരവാഹികൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാട് നിരവധി തൊഴിലാളികളാണ്, ഇത്തരത്തിൽ നിരവധി ആളുകളാണ് അവരുടെ കുടുംബത്തെ ഈ ലോട്ടറി വിറ്റുകൊണ്ട് പുലർത്തിയിരുന്നത്. പക്ഷേ അവർക്കെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിയാവുന്ന രീതിയിലാണ് ഈ പുതിയ GST പരിഷ്കരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനവും എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് ലോട്ടറി വിൽപ്പനക്കാർ, ആ തൊഴിലാളികളെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.